حسن زنداباد امام حسن زنداباد امام حسن زنداباد امام حسن زنداباد جاي جاي جنسري ഇല്ല ഇല്ല മരിച്ചിട്ടില്ല ഉമ്മൻചാണ്ടി മരിച്ചിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഞങ്ങളിൽ ഒഴുകും ചോരയിലൂടെ ശേഷം നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം. മേഡം പ്ലീസ് അത് പൂർത്തീകരിച്ചതിന് ശേഷം ഉമ്മൻചാണ്ടി അമർ രഹേ 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 ജയ് ജയ് ദിവാദാസ് മുൻഷി ജയ് ജയ് ദിവാദാസ് മുൻഷി ജയ് ജയ് ഇമാം ഹസൻ ജയ് ജയ് ഇമാം ഹസൻ ജയ് ജയ് ജനശ്രീ ജയ് ജയ് ജനശ്രീ ജയ് ജയ് ജനശ്രീ ജയ് ജയ് ജനശ്രീ ദിശാബോധം നൽകുന്ന നമ്മുടെ പ്രിയങ്കരനായ സെക്രട്ടറി ശ്രീ ഡോക്ടർ BS ബാലചന്ദ്രൻ അവരുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യരെ, നമുക്കൊരു നിമിഷം മൗന പ്രാർത്ഥന. പ്രയർ. ബഹുമാന്യരെ, 19 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് ആരംഭിച്ച ഒരു ചെറിയ കൂട്ടായ്മ ജനശ്രീ സുസ്ഥിര വികസന മിഷൻ ഇന്ന് സംസ്ഥാനത്തെ അല്ല രാജ്യത്തെ ഏറ്റവും വലിയ കുടുംബ കൂട്ടായ്മയുടെ പ്രതീകമായ പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് വെച്ച് ആദ്യമായിട്ടാണ് ജനശ്രീയുടെ സംസ്ഥാന സമ്മേളനം നടത്തുന്നത്. ഈ സമ്മേളനം ജനശ്രീയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു വഴിത്തിരിവാണ്. ഈ സമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കുവാൻ ജനശ്രീ മിഷൻ ജില്ലാ ചെയർമാൻ, സ്വാഗതസംഘം ജനറൽ കൺവീനർ ശ്രീ വട്ടപ്പാറ അനിലിനെ ക്ഷണിക്കുന്നു. പ്രിയങ്കരനായ ജനശ്രീ സുസ്ഥിര വികസന മിഷൻ്റെ സംസ്ഥാന സെക്രട്ടറി, ഈ സംഘടനയെ നയിക്കുന്ന പ്രിയങ്കരനായ ഡോക്ടർ BS ബാലചന്ദ്രൻ സാർ, പ്രിയങ്കരനായ അധ്യക്ഷൻ, ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന ചെയർമാൻ, ജനശ്രീക്ക് ഊടും പാവും നെയ്ത ശ്രീ MM ഹസൻ അവറുകൾ, ഈ സമ്മേളനത്തിൻ്റെ മുഖ്യ അതിഥി ഏറ്റവും പ്രിയങ്കരിയായ മുൻ കേന്ദ്രമന്ത്രിയും AICCയുടെ ജനറൽ സെക്രട്ടറിയുമായ ശ്രീമതി ദീപാദാസ് മുൻഷിജി അവരുകളെ, മുൻ മന്ത്രി ശ്രീ KC ജോസഫ് അവരുകളെ, ശ്രീ ചെറിയാൻ ഫിലിപ്പ് അവരുകളെ, മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ പാലോട് രവി അവരുകളെ, ഉമ്മൻചാണ്ടി സാറിൻ്റെ പ്രിയ പുത്രി ഡോക്ടർ മറിയ ഉമ്മൻ, ഈ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ അഡ്വക്കേറ്റ് വിതുര ശശി അവരുകളെ, CEO ജനശ്രീ ശ്രീമതി ശ്രീകുമാരി അവരുകളെ, ജയ ശ്രീകുമാർ അവരുകളെ,
ജില്ലയുടെ പ്രിയങ്കരിയായ സെക്രട്ടറി നാദിറ സുരേഷ് അവരുകളെ, ഈ സംഘടനയുടെ പ്രിയങ്കരിയായ ട്രഷറർ ശ്രീമതി മേരി കുര്യൻ, ജില്ലാ ചെയർമാൻമാർ കാസർഗോഡ് ശ്രീ നീലകണ്ഠൻ, ശ്രീ ചന്ദ്രൻ തില്ലങ്കേരി, ശ്രീ അഡ്വക്കേറ്റ് എം വേണുഗോപാൽ, ശ്രീ എൻ സുബ്രഹ്മണ്യൻ, ശ്രീ അബ്ദുൾ അലി മാസ്റ്റർ, ശ്രീ ഒ അബ്ദുറഹ്മാൻ കുട്ടി, ശ്രീ എം ഒ ജോൺ, ശ്രീ സാബു മാത്യു, ശ്രീ ഉസ്മാൻ, ശ്രീ കെ കെ നൌഷാദ്, ശ്രീ എം ഭാസ്കരൻ, പഴകുളം ശിവദാസ്, ഷാനവാസ് ഖാൻ, എഴുകോൺ നാരായൺ XMLA അവരുകളെ, ശ്രീ കരീം അവരുകളെ, ശ്രീ വെമ്പായം അനിൽകുമാർ, ശ്രീ MR തമ്പാൻ അവരുകളെ, ശ്രീ മറ്റ് വിവിധ തലങ്ങളിലുള്ള സംഘടനയുടെ ഭാരവാഹികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മൾ ഈ വർഷം, കഴിഞ്ഞ വർഷം കോട്ടയത്ത് ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് നമ്മൾ 18ാം സംസ്ഥാന സമ്മേളനം നടത്തി. അപ്പോൾ 19ാം സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്താകണം എന്ന് തിരുവനന്തപുരം ജില്ലാ ജനശ്രീ മിഷൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇവിടെ ഈ സമ്മേളനം നടത്താൻ അനുമതി തന്ന സംസ്ഥാന ജനശ്രീ മിഷന് പ്രത്യേക നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കാരണം ഈ സംസ്ഥാനത്തെ നമുക്കറിയാം, നമ്മുടെ കുടുംബ കൂട്ടായ്മ ഈ രാജ്യത്ത് ഒട്ടേറെ NGOകൾ, നോൺ ഗവൺമെൻറ്റൽ ഏജൻസികൾ ഉള്ളപ്പോൾ ഏറ്റവും വലിയ കുടുംബ കൂട്ടായ്മയായി 60,000-ൽ പരം സംഘങ്ങൾ, ലക്ഷക്കണക്കിന് സംഘ അംഗങ്ങളുമായി കോടിക്കണക്കിന് രൂപയുടെ മൈക്രോ ഫിനാൻസ് നടത്തുന്ന കുടുംബ കൂട്ടായ്മയാണ് ജനശ്രീ സുസ്ഥിര വികസന മിഷൻ എന്ന കാര്യത്തിൽ നമ്മൾ അഭിമാനമുണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സംരംഭം ആരംഭിച്ചാൽ അത് 1-2 വർഷം, ഇത് ആരംഭിച്ചപ്പോൾ പല ദോഷൈകതിർക്കുകളും പറഞ്ഞു, ഇതിൻ്റെ നേതാക്കന്മാർ ജയിലിലാകും, ഇതിന് ഭാവിയില്ല, കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇതിന് നിലനിൽപ്പില്ല എന്നൊക്കെ പറഞ്ഞവർക്കുള്ള മറുപടിയാണ് ഈ 18 വർഷങ്ങൾ എന്ന് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി ഓർമ്മിക്കുകയാണ്. 18 വയസ്സ് പൂർത്തിയാക്കുക എന്ന് പറയുന്നത് കാറും കോളും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ ഒട്ടേറെ രാഷ്ട്രീയ ഗതിവിഗതികൾ മാറ്റിമറിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ശ്രീ MM ഹസൻ അവരുടെയും ശ്രീ ബാലേന്ദ്ര സാറിൻ്റെയും ഉൾപ്പെടെയുള്ള സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങൾ ഒരു നീണ്ട നേതൃനിരയുടെ അചഞ്ചലമായ വിശ്വാസവും അതുപോലെ അവരുടെ കരുത്തും അവരുടെ സർഗശേഷിയും കൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ ഒട്ടേറെ ഇന്നലെ ആരംഭിച്ച ഈ സമ്മേളനം, ഇന്നലെ മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയകുമാർ സാറ് ആണ് ആ സെമിനാർ ഉദ്ഘാടനം ചെയ്തത്. നമ്മൾ ഈ വർഷം മുതൽ പഞ്ചകർമ്മ പദ്ധതി ആരംഭിക്കുകയാണ്. ചെറു സംരംഭങ്ങളിലൂടെ വിഷരഹിത പച്ചക്കറി എന്നുള്ള ആശയത്തിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തിലൂന്നി, മാലിന്യ നിർമ്മാർജ്ജനത്തിലൂന്നി, സോളാർ വൈദ്യുതി, ഇങ്ങനെ നമുക്ക് മാത്രമേ ഇത് താഴെ തട്ടിലേക്ക് എത്തിക്കാൻ കഴിയൂ. ജനശ്രീ സംഘങ്ങളിലെ ലക്ഷക്കണക്കിന് സഹപ്രവർത്തകരിലൂടെ മാത്രമേ നമുക്ക് ഈ ദർശനം നമുക്ക് താഴെ തട്ടിലേക്ക് എത്തിക്കാൻ പറ്റൂ. പിന്നെ ഇതിലെ ഏറ്റവും പ്രാഥമികമായ സംഘങ്ങൾ 20 പേര്, 10 പുരുഷനും 10 സ്ത്രീയും ഉൾക്കൊണ്ട 20 പേരുടെ ഈ കുടുംബ കൂട്ടായ്മ വാർഡ് തല സമിതികളിലൂടെ, അത് കഴിഞ്ഞിട്ട് മണ്ഡലം സഭകൾ ചേർന്ന് ബ്ലോക്ക് യൂണിയനുകളിലൂടെ, ജില്ലാ മിഷനിലൂടെ സംസ്ഥാന മിഷനിലെത്തിച്ചേരുമ്പോൾ അത് വലിയൊരു പ്രസ്ഥാനമായി മാറുന്നു. ചിട്ടയായ തെരഞ്ഞെടുപ്പുകൾ നടത്തി, ചിട്ടയായ പ്രവർത്തനം എല്ലാ ആഴ്ചയും പിന്നെ ഇതിൻ്റെ യോഗങ്ങൾ കൂടി അവിടെ താഴെത്തട്ടിൽ ഈ സമൂഹത്തിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്ത് സഹായിക്കേണ്ടവരെ സഹായിച്ച്, ആവശ്യങ്ങൾ ഉന്നയിക്കേണ്ടത് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പരസ്പരം മറ്റ് കുടുംബങ്ങളെ, വാർഡ് തലത്തിലുള്ള മറ്റ് കുടുംബങ്ങളെ, നമുക്കറിയാം കഴിഞ്ഞ വർഷം നമ്മൾ ആരംഭിച്ച കേരളത്തിൻ്റെ പ്രിയങ്കരനായ ഗവർണർ, അന്നത്തെ ഗവർണർ ഉദ്ഘാടനം ചെയ്ത പരിപാടി നമ്മൾ ഓർക്കുന്നു. സംസ്ഥാന തലത്തിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ വെച്ചാണ് നമ്മൾ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇതിലുള്ള ഒട്ടേറെ വിശിഷ്ട വ്യക്തികൾ അന്നും ആ പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു.
അവരൊക്കെ അത് നമ്മൾ താഴെ തട്ടിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞു. പ്രിയങ്കരനായ നമ്മുടെ 24 മണിക്കൂറും സാധാരണ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ പ്രവർത്തിച്ച പ്രിയങ്കരനായ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ നാമധേയത്തിൽ ആരംഭിച്ച നമ്മുടെ സഹായിക്കാനുള്ള സ്മൃതി കേന്ദ്രങ്ങൾ, പാവങ്ങളെ, ആയിരക്കണക്കിന് രോഗികളെ കഴിഞ്ഞ 6 മാസക്കാലം കൊണ്ട് കോടിക്കണക്കിന് രൂപ നമ്മൾ സംഭരിച്ച് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ചികിത്സാ ധനസഹായമായി ഈ ജനശ്രീ പ്രസ്ഥാനത്തിൻ്റെ തന്നെ ആഭിമുഖ്യത്തിൽ നടത്തുക എന്നുള്ളത് നമ്മൾ അഭിമാനത്തോടു കൂടി ഓർക്കുകയാണ്. തീർച്ചയായും ഞാൻ കൂടുതലായി നീട്ടുന്നില്ല. ഒട്ടേറെ നേതാക്കന്മാർ, ഇതിൻ്റെ ആധികാരികമായി പറയുന്ന നേതാക്കന്മാർ ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് പ്രിയങ്കരനായ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി, ഈ സംഘടനയ്ക്കൊരു ദിശാബോധം നൽകുന്ന, നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ ചില പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ പ്രയാസം അനുഭവിക്കുമ്പോൾ അദ്ദേഹം മീറ്റിംഗ് വിളിക്കുകയോ ഫോണിലൂടെയോ ഒക്കെ നമ്മളെ ഊർജ്ജവത്താക്കുന്നതിന്, നമ്മളെ വീണ്ടും കർമ്മ രംഗത്തേക്ക് ഇറക്കുന്നതിന് തീർച്ചയായും ബാലേന്ദ്ര സാർ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ഈ സംഘടനയ്ക്ക് ഒരു ദിശാബോധം നൽകുന്നതിൽ യത്നിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ സെക്രട്ടറി ഡോക്ടർ BS ബാലേന്ദ്ര സാറിനെ ഈ സ്വാഗത സംഘത്തിൻ്റെ പേരിൽ, ജില്ലാ ജനശ്രീ മിഷൻ്റെ പേരിൽ ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം പറയേണ്ടത് ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഇതിൻ്റെ സ്ഥാപക ചെയർമാൻ, ഇപ്പോഴും കഴിഞ്ഞ 18 വർഷക്കാലമായി ഒരു വാർഡ് തല സംഘത്തിൻ്റെ മീറ്റിങ്ങിൽ പോലും വിളിച്ചാൽ അതിന് വളരെ സന്തോഷത്തോടുകൂടി എത്തിച്ചേരുന്ന നമുക്കേവർക്കും പ്രിയങ്കരനായ കേരള രാഷ്ട്രീയത്തിൻ്റെ ഭീഷ്മാചാര്യൻ, മുൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, അതുപോലെ ഇപ്പോൾ UDFൻ്റെ കൺവീനർ, മുൻ മന്ത്രി, എല്ലാ നിലകളിലും സാധാരണക്കാരായ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സദാ ജാഗരൂകനായ നമ്മുടെ പ്രിയങ്കരനായ ചെയർമാനാണ് നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ശക്തി. അദ്ദേഹം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് നമ്മോട് സംസാരിക്കും. അദ്ദേഹത്തെ ഒരു കയ്യടിയോടുകൂടി, നിറഞ്ഞ കയ്യടിയോടുകൂടി അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി സ്വാഗതം അർപ്പിക്കേണ്ടത് നമ്മുടെ ഈ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയങ്കരിയായ AICCയുടെ കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, മുൻ കേന്ദ്ര മന്ത്രി, ഏറ്റവും പ്രമുഖയായ ഒരു സാമൂഹ്യ പ്രവർത്തക എന്നീ രംഗങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ ദീപാദാസ് മുൻഷിജി അവർകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എ വാം വെൽക്കം ടു ഫോമർ യൂണിയൻ മിനിസ്റ്റർ ആൻഡ് AICC സെക്രട്ടറി ദീപാദാസ് മുൻഷി ടു ദ ജനശ്രീ കോൺഫറൻസ്. ഒരു നിറഞ്ഞ കയ്യടിയോടുകൂടി ഒരിക്കൽ കൂടി നമ്മുടെ ഈ സമ്മേളനത്തിന് മാത്രമായി ഇവിടെ എത്തിച്ചേർന്ന ദീപാദാസ് മുൻഷിയെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം അർപ്പിക്കേണ്ടത് നമ്മുടെ പ്രിയങ്കരനായ മുൻ മന്ത്രി, നമ്മുടെ എല്ലാ ജനശ്രീ പ്രസ്ഥാനത്തിന് എന്നും ഒരു താങ്ങും തണലുമായി വർത്തിക്കുന്ന ശ്രീ KC ജോസഫ്, മുൻ മന്ത്രി അവർകൾക്കാണ്. അദ്ദേഹത്തെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം വളരെ നേരത്തെ തന്നെ ഈ സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്നു. അദ്ദേഹത്തെ വളരെ ഹാർദമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ചെറിയാൻ ഫിലിപ്പ് അവർകൾ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ കേരളത്തിൻ്റെ കർമ്മരംഗത്തേക്ക് കടന്നു വന്ന, കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ പുതിയ നമുക്കൊരു ദിശാബോധം എന്നും തത്വങ്ങൾ നമുക്ക് പ്രദാനം ചെയ്ത, നമുക്ക് ആദർശങ്ങൾ പ്രദാനം ചെയ്ത അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഈ ഹാർദമായി വളരെ നേരത്തെ തന്നെ അദ്ദേഹം എത്തിച്ചേർന്നു. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ പാലോട് രവി, തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ എല്ലാ പരിപാടികളിലും നമ്മളോടൊപ്പമുള്ള ശ്രീ മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ പാലോട് രവി അവർകളെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനത്തിന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ പ്രിയ പുത്രി ഡോക്ടർ മറിയ ഉമ്മൻ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു നിറഞ്ഞ കയ്യോടിയോടെ മറിയ ഉമ്മനെ, ജനശ്രീ പ്രസ്ഥാനത്തിന് എന്നും എക്കാലവും നമ്മളെ ഒരു അഭ്യുദയകാംക്ഷിയായ മറിയ ഉമ്മനെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു.
അടുത്തതായി ഈ സമ്മേളനത്തിന് നമ്മുടെ ഈ ജനശ്രീ പ്രസ്ഥാനത്തിന് ഊടും പാവും നൽകുന്ന നമുക്ക് സ്ത്രീ ശാക്തീകരണമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ജനശ്രീയൽ ആണ്, ചിലരൊക്കെ ജനസ്ത്രീ എന്നൊക്കെ പറയാറുണ്ട്, ഇത് ജനശ്രീ ആണ്. എങ്കിലും നമ്മുടെ ഭരണഘടനയിൽ 3 ഭാരവാഹികൾ ഉള്ളതിൽ 1 വനിതയാവണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രിയങ്കരിയായ ട്രഷറർ ഇന്നലെ മുതൽ ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിനായി ഈ തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുകയും ഈ സമ്മേളനത്തിന് എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ ചെയ്ത് നമ്മളോടൊപ്പം നിൽക്കുന്ന പ്രിയങ്കരിയായ മേരി കുര്യൻ സംസ്ഥാന ട്രഷറർ അവരുകളെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ സമ്മേളനത്തിന് സ്വാഗത സംഘം രൂപീകരിച്ചപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ ഈ ജനശ്രീ സുസ്ഥിര വികസന മിഷന് രൂപം കൊടുത്തവരിൽ ഒരാൾ കൂടിയായ നമുക്ക് എക്കാലവും നമുക്ക് ഏറ്റവും മാർഗദർശിയും വഴികാട്ടിയുമായ ഈ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ ശ്രീ അഡ്വക്കേറ്റ് വിതുര ശശി അവർകൾ, മുൻ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പ്രവാസി നേതാവ് KTA മുനീർ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ തമ്പാൻ സാർ ഇന്നലെ നമ്മുടെ കേരളത്തിൻ്റെ സുസ്ഥിര വികസനത്തിന് ജനശ്രീയുടെ പങ്ക് എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് നമുക്ക് ഈ ജനശ്രീക്ക് എക്കാലവും ഒരു ബൗദ്ധികമായ പിന്തുണ നൽകുന്ന ഡോക്ടർ MR തമ്പാൻ, മുൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിനായി ഏറ്റവും കൂടുതൽ യത്നിച്ചത് നമ്മുടെ പ്രിയങ്കരിയായ ജില്ലയുടെ സെക്രട്ടറി ശ്രീമതി നാദിറ സുരേഷ് അവരുകളാണ്. ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിനായി വളരെ ദിവസങ്ങൾക്ക് മുമ്പ് ഈ പ്രവർത്തനങ്ങളിലെല്ലാം മുഴുകിയ പ്രിയങ്കരിയായ ജില്ലയുടെ സെക്രട്ടറി ശ്രീമതി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ നാദിറ സുരേഷ് അവരുകളെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്ത് സ്വാഗതം പറയേണ്ടത് നമ്മുടെ പ്രിയങ്കരായ ചെയർമാൻമാർ, ഈ സംഘടനയുടെ ഊടും പാവും ജില്ലകളിൽ നെയ്യുന്ന നമ്മുടെ ജില്ലാ മിഷൻ്റെ ചുമതല വഹിക്കുന്ന ചെയർമാൻ, സെക്രട്ടറി, ട്രഷറർ 3 പേരും കൂടെ ചേർന്നാൽ മാത്രമേ ജനശ്രീ പൂർണ്ണമാകുന്നുള്ളൂ. അതിന് നേതൃത്വം കൊടുക്കുന്ന ജില്ലയുടെ ചെയർമാൻ, ഈ കഴിഞ്ഞ 18 വർഷക്കാലമായി ചെറിയ ജില്ലയാണെങ്കിൽ പോലും സ്വന്തമായി ജില്ലയ്ക്കൊരു ആസ്ഥാനം ഉൾപ്പെടെ എന്ത് പരിപാടി ഇട്ടാലും അതെല്ലാം വളരെ ഭംഗിയായി സംഘടിപ്പിക്കുന്ന ജില്ലയുടെ ചെയർമാൻ, കാസർഗോഡ് ജില്ലയുടെ ചെയർമാൻ ശ്രീ K നീലകണ്ഠൻ അവരുകളെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, കണ്ണൂരിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നമ്മളെ ഈ സംഘടനാ സംവിധാനം അവിടെ വ്യാപിപ്പിക്കുന്നതിൽ വളരെ കരുത്തോടെ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ നേതാവ് കണ്ണൂർ ജില്ലാ ചെയർമാൻ ശ്രീ ചന്ദ്രൻ തില്ലങ്കേരിയെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യരെ, ഉദ്ഘാടന സമ്മേളനമാണ്. ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ ശ്രീ MM ഹസനാണ്. പക്ഷേ നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ പങ്കെടുക്കുന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ദിബാദാസ് മുൻഷി നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആദ്യം നമ്മുടെ ചീഫ് ഗസ്റ്റ് സംസാരിക്കുന്നതാണ് ഉചിതം എന്നതാണ് നമ്മുടെ തീരുമാനം. അതുകൊണ്ട് ഓൺ ബിഹാഫ് ഓഫ് ജനശ്രീ മിഷൻ I am cordially inviting Srimati Dibadas Munshi to address this gathering. Please now. Today, the 19th annual day of Janashri Mission. Here on the stage, the respected leaders of Janashri sitting, Balanji, MM Hassan ji, KC Joseph ji, two of our district president, Subramaniam ji, the leaders who are leading Janashri Mission, and I will say the warriors who are fighting at the micro level of Kerala
the people who are sitting in front of us, thank you so much, because I'm really privileged to be here and looking forward to see that what kind of work you are doing. I have heard it, that the kind of work at the micro level you are doing. I am coming from Bengal. I'll say a little background and some experience of mine so that the difference between Bengal and Kerala can be understood easily. There also the micro level work started in at least 10 years, 15 years before. Like the same time on 2006, here it has started, there also. But not in a non-governmental way. There are some private companies who started this micro level work. And not even in the guideline by Reserve Bank. So it started as a microfinance and then it started in a bigger way. But whatever at the micro level, the microfinance they are getting from the public, the entire finance was used for the political affairs, not in the benefit of the common people. But here, the difference is, through Janasri, the common people are getting benefited, the poor people are getting empowered, the society is getting uplifted, the economic issues are being resolved not in a full way, but you are trying to resolve it gradually. And the connection between the individual, between the family, and between the community, everything is coming in a big way. That is the best part here by Janasri. I'm giving thanks to Janasri people. I'm really overwhelmed the kind of work you people are doing. And it is our duty. I know many of the women are sitting in front. I'm very happy to see more women here because Kerala, 51% women are there in the total the voters. So the population, 51% women, and the bhagidari here, the participation here is more than, I think, 70% women I can see here sitting. So I'm very glad to see more women coming in front, coming forward to work for the community, for the poor people. So it is not just the individual or a person, but it is the family who are getting involved in the micro level. Even I came to know yesterday while coming from the airport that even an 18-year-old kid, when he or she became adult, they can also participate in this. So it is a very encouraging, interesting thing for the upliftment at the education level, at the social justice, at the agriculture level. Because here I have seen most of the houses are having small kitchen garden. Yesterday I came to know that organic produce are also being done by you. I worked many years on that organic agriculture world, so I know how effective, and that is the future of India. So most healthy way you people are doing. Again, I'm coming back to the comparison between Bengal and Kerala. So this Janasri is going through 19 years without any break, without any interruption, and without any corruption. So I can proudly say that this is the difference between the Bengal micro level work and the Kerala micro level work, Janasri.
because most of the people in the micro level, microfinance, micro work doing in Bengal, they are now behind the bar because they have done so much of corruption. And here, you people, we can proudly say that we are here keeping our head on the top, and we can say, we're keeping our head high, and we can say that we are doing really good work. Now, here in Kerala, there are bit political problem. I have to say, because I belong to one party and have come, I am representing Congress party. And I can see many of the women at the sitting in front. They are also involved in many of our political activity at the grassroots level. Here, I can see some of them, they're known face to me. Actually, this is what UPA 2 government, UPA 1 and 2, when Manmohan Singh ji brought his first idea, when Sonia ji said that one point of time Indira Gandhi has said a slogan, Garibi Hatao. We cannot do that without empowering the poorest of poor people at the village level. So what we can give work to the village people. So the NREGA started. At UP 1, Manmohan Singh ji and Sonia Gandhi ji announced that. And after that, the 100 days work has been started at the grassroots level. It is going on and on. But this idea, how to empower, how to make economically strong the poor people, this idea was brought by Manmohan Singh ji, the great economist of India, who is our former Prime Minister. Recently, we have lost him. But it was his brainchild. And here in 2006, I think Chidambaram ji came and inaugurated this program, this Janasri Foundation. So I know that here in Kerala, there is a different rule now. There is a different government now who are doing in their own way. I am from Bengal, so I know 35 years we have seen left party ruling the government. And always we have seen that they are against the UPA. They are not UPA, I will say they are against the Congress economic views. Because they always say that our economic theory is an alternative theory. And in Kerala also I can see that alternative theory they are doing. So how the development will come? How the management will come? How the people will have that vision to make Kerala more vibrant? Because most of the people from here, a lot of people, I will not say most of the people, lot of people, they go in the Gulf countries for their work. I can tell you one thing. I have seen the most committed people. The one person I have seen, and I can understand how committed the Keralites are. My husband was 9 years in hospital. And in 9 years, there was a person who looked after him is none other than a Keralite. He is committed to him. He took him as his father. And when my husband passed away, he cried and said, I will not do nursing more. I will go back to Kerala. He came back here. He got married. And then he said, I will not stay in India. I will go somewhere, please help me out. So we managed, I helped him. He is now settled in Switzerland with his wife, but doing the same profession. So I can say how committed the Keralites are. So now we are looking for a change. And that change will come, the people who think that our India
is a democratic country. People who think that the highest book, what we think today, what we say, that the Constitution is the highest book of India. The people who believe in that Constitution, we should stand together and fight in a secular way. Janashri is very secular. There is no religion, there is no caste, creed, nothing. So, in a secular way, you people are working. You should stand by India. You should stand by our Constitution. You should stand by Congress Party. That is what I want to say, because here, Kerala, now people are looking for a change. When I am entering here, the media called me, asking me, what will we do in the local body? I said, look, I have come to a place where people are all at a micro level, working together, finding each community, each family, there is a connection between them. So I think this is the best place where I can say we will definitely win in the local body. And you people should all work hard and stand, because if you believe that Congress can come, like here when I came, it was Oman Chandi's photo. He was very good friend of our family. He was a family friend. So I give respect to him, and I always believe what Oman Chandi has done for Kerala, now left is not doing that. So we want to bring back that glory. We want to bring back that respect, and we want to bring back that vision, what he thought about Kerala. So we should all stand and go for a change. That change will bring more effective, in a more effective way from all of you. So thank you so much, all my warriors. We all stand with you, and we need all your support. Thank you. Jai Hind. Jai Jai Janashri. ഇത് ഉദ്ഘാടനമാണ്. ദീപം തെളിയിച്ച് ഉദ്ഘാടനം ശ്രീ എം എം ഹസൻ. ഉദ്ഘാടന പ്രഭാഷണത്തിനായി നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ ശ്രീ എം എം ഹസനെ ക്ഷണിക്കുന്നു. ഒരു തപസ് പോലെ ഈ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവന്ന പ്രിയങ്കരനായ നേതാവിന് നമ്മുടെ ഒരു നിറഞ്ഞ കയ്യടിയോടുകൂടി ഈ സമ്മേളനത്തിൽ സ്വാഗതം ചെയ്യും. ഏറ്റവും പ്രിയങ്കരിയായ നമ്മുടെ വിശിഷ്ടാതിഥി AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപ ദാസ് മുൻഷി, ഈ വേദിയിലെ പ്രിയപ്പെട്ട ശ്രീ KC ജോസഫ്, ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജനശ്രീയുടെ സർവസ്വമായ നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ BS ബാലേന്ദ്രൻ, ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ശ്രീ പാലോട് രവി, ഡോക്ടർ മറിയ ഉമ്മൻ, അഡ്വക്കേറ്റ് വിതുര ശശി, ശ്രീമതി ജയ ശ്രീകുമാർ, ജില്ലാ ചെയർമാൻ ശ്രീ വട്ടപ്പാറ അനിൽ, ട്രഷറർ ശ്രീ നാദറ സുരേഷ്,
ഈ ജനശ്രീ പ്രസ്ഥാനത്തിൻ്റെ ശക്തി സ്രോതസ്സുകൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഇതിൻ്റെ ജില്ലാ ചെയർമാൻമാർ, നമ്മുടെ സംസ്ഥാന ട്രഷറർ മേരി കുര്യൻ, അതിന് പുറമെ ജില്ലാ ചെയർമാൻമാർ ശ്രീ നീലകണ്ഠൻ, ചന്ദ്രൻ തില്ലങ്കേരി, ശ്രീ വേണുഗോപാൽ, ശ്രീ സുബ്രഹ്മണ്യൻ, അബ്ദുൽ അലി മാസ്റ്റർ, ശ്രീ ബാലഗോപാൽ, അബ്ദുൾ റഹ്മാൻ കുട്ടി, എം.ഒ. ജോൺ, സാബു മാത്യു, ശ്രീ ഉസ്മാൻ, ശ്രീ കെ നൗഷാദ്, ശ്രീ ഭാസ്കരൻ, ശ്രീ പഴകുളം ശിവദാസ്, ശ്രീ വട്ടപ്പാറ അനിൽ, സ്വാഗത സംഘം ചെയർമാൻ വിതുര ശശി, അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ, ശ്രീ എഴുകോൺ നാരായണൻ, അഡ്വക്കേറ്റ് പി.എ. സലീം, ഈ വേദിയിലുള്ള മറ്റ് നമ്മുടെ ഫ്രണ്ട്സ് ഓഫ് ജനശ്രീ കഴിഞ്ഞ സമ്മേളനത്തിൽ വെച്ച് രൂപീകരിച്ചതാണ്. സൗദി അറേബ്യയിലെ ജിദ്ദയിലുള്ള അതിൻ്റെ കോർഡിനേറ്റർ കെ.ടി.എ. മുനീർ, മറ്റ് ജനശ്രീ കുടുംബാംഗങ്ങളായ സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരെയും ഇവിടെ സ്വാഗതം ആശംസിച്ചെങ്കിലും സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും എത്തിയ ജനശ്രീ കുടുംബാംഗങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുക. ജനശ്രീയുടെ ഈ പ്രയാണം യാത്ര ആരംഭിച്ചത് തിരുവനന്തപുരത്ത് നിന്നാണ് 2006. അന്ന് അനിമേഷൻ സെൻറ്ററിൽ കൂടിയൊരു യോഗം, ആ യോഗത്തിൽ വച്ചാണ് ജനശ്രീ നമ്മൾ രൂപീകരിച്ചത്. അന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നേതാക്കളിൽ ആ യോഗം ഉദ്ഘാടനം ചെയ്ത നേതാവ് അന്ന് മുഖ്യമന്ത്രിയായിരുന്നില്ല, പ്രതിപക്ഷ നേതാവായിരുന്നു, ശ്രീ ഉമ്മൻചാണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സമ്മേളനം നടക്കുന്നത് ഉമ്മൻചാണ്ടി നഗറിലാവണം എന്ന് നമ്മൾ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് നമ്മളിവിടെ വന്നത്. 2024 ജനശ്രീ മിഷൻ്റെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്തവർ ധാരാളം ഇവിടെ ഉണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. കോട്ടയത്ത് വെച്ചായിരുന്നു, ഉമ്മൻചാണ്ടി നഗറിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പോയി അവിടെ പുഷ്പാർച്ചന നടത്തി അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ആത്മാവിനോട് നമ്മൾ പറഞ്ഞു, അങ്ങയുടെ ആശീർവാദത്തോടു കൂടി ആരംഭിച്ച പ്രസ്ഥാനം, അങ്ങയുടെ ശക്തമായിട്ടുള്ള നേതൃത്വത്തിൽ ഞങ്ങൾ തുടങ്ങിയ പ്രസ്ഥാനം ഇപ്പോഴും അഭംഗുരം ആ പ്രയാണം ഇതാ 18ാം വർഷവും ഞങ്ങളിതാ അങ്ങയുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ഞങ്ങളുടെ ഈ പ്രയാണം തുടരുകയാണ്. അന്ന് നമ്മൾ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ നിലനിർത്താൻ ജനശ്രീക്ക് ഒരുപാട് ഉപദേശങ്ങൾ അദ്ദേഹം നൽകി. ആ ഉപദേശങ്ങൾ നമ്മൾ യഥാർത്ഥത്തിൽ ഇതൊരു ഗാന്ധിയൻ പ്രസ്ഥാനമായിട്ടാണ് ആരംഭിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സുസ്ഥിര വികസന മിഷൻ, രാഷ്ട്രപിതാവിൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിഷനാണ് നമ്മൾ ഏറ്റെടുത്തത്. കുടുംബക്ഷേമം ജനശ്രീയുടെ പ്രധാനമായ ലക്ഷ്യമാണ്. ആ കുടുംബക്ഷേമം, കുടുംബ ഭദ്രത ഇതെല്ലാം നിലനിൽക്കണമെങ്കിൽ വേണ്ടതെന്താ? കുടുംബത്തിൻ്റെ എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധിയും പുരോഗതിയും അത് സാധ്യമാകണം. നമ്മുടെ മാനവ സമൂഹ ചരിത്രം പരിശോധിച്ചാൽ ആദ്യം ഉണ്ടായത് മനുഷ്യരാണ്. ആദ്യം ഉണ്ടായ സ്ഥാപനം എന്ന് പറയുന്നത് ഫാമിലിയാണ്, കുടുംബമാണ്. പിന്നീടാണ് കുടുംബങ്ങൾ ഗോത്രങ്ങളായി, ഗോത്രങ്ങൾ രാഷ്ട്രങ്ങളായി, രാഷ്ട്രം വലിയൊരു ലോകമായി മാറിയത്. ആദ്യത്തെ നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സ്ഥാപനം കുടുംബമാണ്. മഹാത്മാഗാന്ധി വിഭാവനം ചെയ്തത് ഒരു ക്ഷേമ രാഷ്ട്രമാണ്, വെൽഫെയർ സ്റ്റേറ്റ്. ആ വെൽഫെയർ സ്റ്റേറ്റിന് ഗാന്ധിജി തന്നെ വിഭാവനം ചെയ്തതെന്താ? എല്ലാ കുടുംബങ്ങളും കുടുംബക്ഷേമത്തിലധിഷ്ഠിതമായ സമൂഹത്തിലെ അവസരം, അതുപോലെ തന്നെ ഏറ്റവും അവഗണിക്കപ്പെട്ടവരുമായ എല്ലാ ജനങ്ങളുടെയും ഉയർച്ചയിലൂടെ അവരെല്ലാം മുഖ്യധാരയിൽ കൊണ്ടുവന്ന് നമ്മുടെ നാടിനെ ഒരു എല്ലാ തരത്തിലും സർവതന്ത്ര സ്വതന്ത്രമായ ഇന്ത്യ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുകയെന്ന്. ആ ലക്ഷ്യമാണ് നമ്മൾ മുൻനിർത്തി. നമ്മളിത് ആരംഭിക്കുമ്പോൾ ഞങ്ങൾ സംഘടനയ്ക്ക് പേരിട്ടു ജനശ്രീ സുസ്ഥിര വികസന മിഷൻ. കൊടി വേണം, അടയാളം വേണം. ഞങ്ങളെല്ലാം കൂടി തീരുമാനിച്ചു, ഗാന്ധിയൻ ആദർശങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്ന നാം ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യ വാഞ്ഛയ്ക്ക് അങ്ങേയറ്റം തീ കൊളുത്തിയ ഒരു മഹാസംഭവം ഉണ്ടായിരുന്നു, ഐതിഹാസികമായൊരു സമരം. അതാണ് ദണ്ഡി യാത്ര. ദണ്ഡിക്കടപ്പുറത്ത് പോയി ഉപ്പ് കുറുക്കി മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ജനമുന്നേറ്റം സംഘടിപ്പിച്ച
ആ പ്രതീകാത്മകമായ സമരത്തിൽ ആ അതേ എംബ്ലം അതാണിതാ ഇവിടെ നമ്മുടെ ജനശ്രീയുടെ അടയാളം. നിങ്ങൾ ഡൽഹിയിൽ പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാവും. ദണ്ഡി യാത്രയിൽ ഗാന്ധിജി നയിക്കുന്ന ആ സ്റ്റാച്ചു അവിടെ കണ്ടു. ഞങ്ങൾ അവിടെ പോയി പ്രതിജ്ഞ എടുത്തു, നമ്മൾ ഇത് ഒരു ഗാന്ധിയൻ സംഘടനയാണ്. കുടുംബക്ഷേമം, സമൂഹത്തിൽ ഒരുപാട് പരിപാടികൾ ഈ 18 വർഷം നമ്മൾ നടത്തി. ഞാൻ അതെല്ലാം ഇപ്പോഴൊന്ന് ഹ്രസ്വമായിട്ട് മാത്രം ഓർമ്മിക്കുന്നു. മറ്റെല്ലാ സംഘടനയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംഘടനയായി ഇതിന് രൂപം കൊടുത്തത് ഇതൊരു കുടുംബ കൂട്ടായ്മയാണ്. ഇന്ന് കേരളത്തിൽ ഒരുപാട് സ്വയം സഹായ സംഘങ്ങളുണ്ട്. സർക്കാർ പൂർണ്ണമായും സർക്കാരിൻ്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന കുടുംബശ്രീയുണ്ട്. അതിനെല്ലാം ഒരു ലക്ഷ്യമുണ്ട്. അവരുടെ എല്ലാം പോവർട്ടി എലിവേഷൻ, അതിനുവേണ്ടി ഒരുപാട് ഈ ലൈവ്ലിഹുഡ് പ്രോഗ്രാം നടത്തുന്നു. പക്ഷെ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളത് കുടുംബങ്ങളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുക, അവരുടെ ദാരിദ്ര്യത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാനുള്ള എല്ലാ സഹായവും നൽകുക, അതോടൊപ്പം തന്നെ കുടുംബക്ഷേമം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. അതിന് സാമ്പത്തികമായും സാമൂഹ്യമായും ഒരു കുടുംബത്തിന് ക്ഷേമമുണ്ടാക്കാവുന്ന പ്രവർത്തനങ്ങൾ. ഈ 18 കൊല്ലക്കാലം ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, നിങ്ങളാണ് ഇട്ട എല്ലാ പ്രവർത്തനങ്ങളും, ആ ലക്ഷ്യം വെച്ചിട്ട് എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ വളരെ വലിയ വിജയമായി നടത്തി. ആദ്യകാലത്ത് നമുക്ക് എതിർപ്പുകളുണ്ടായിരുന്നു, പലർക്കും സംശയമുണ്ടായിരുന്നു. ഇത് കോൺഗ്രസിൻ്റെ ഒരു പോഷക സംഘടനയാണ്. കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുമ്പോൾ അവിടെ നിന്ന് കേന്ദ്രത്തിൻ്റെ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കാനുണ്ടാക്കിയിരിക്കുന്ന ഒരു സംഘടനയാണെന്നൊക്കെ അന്ന് ഇവിടുത്തെ മന്ത്രിമാരടക്കം അന്ന് ഇടതുപക്ഷ ഗവൺമെൻറ് നമ്മളെക്കുറിച്ച് ആരോപണം ഉന്നയിച്ചു. കാലക്രമത്തിൽ അവർക്കെല്ലാം മനസ്സിലായി അവരുടെ ധാരണ തെറ്റാണ്. സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും സ്വയം പര്യാപ്തതയുള്ള കുടുംബങ്ങളെ സൃഷ്ടിക്കാൻ ഗാന്ധിയൻ ആശയങ്ങൾ പ്രാവർത്തികമാക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ്, സാമൂഹ്യ സംഘടനയാണ് ജനശ്രീ എന്ന് കാലം തെളിയിച്ചു. അതിൽ നിങ്ങൾ വഹിച്ച പങ്കാണ് ഞാൻ ഈ അവസരത്തിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായി പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, മൈക്രോ ഫൈനാൻസ് ഞങ്ങളുടെ പ്രധാന വാഹനമാണ്, വെഹിക്കിളാണ്. അതെന്തിനാണ്? സാമ്പത്തികമായ സുസ്ഥിരത ഉണ്ടാക്കാൻ. ലോകത്തെ വാസ്തവത്തിൽ കുടുംബശ്രീ മാതൃകയല്ല. ഞാൻ മാഡത്തിനോട് ഇന്നലെ പറയായിരുന്നു, ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനുസ് തുടങ്ങി വെച്ച ഗ്രാമീൺ ബാങ്കിൻ്റെ മാതൃക നമ്മളാണ് അതിവിടെ പിന്തുടർന്നത്. കുടുംബശ്രീയും അത് തന്നെയാണ്. വളരെ വ്യത്യസ്തമായി ഞങ്ങൾ മുഹമ്മദ് യൂനുസിനെ ഒരു സമ്മേളനത്തിന് ക്ഷണിച്ചപ്പോൾ ഇങ്ങനൊരു പരിപാടി ഇവിടെ നടക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തെ ധരിച്ചപ്പോൾ അദ്ദേഹം വളരെ ആവേശഭരിതരായി അതിൽ പങ്കെടുക്കാനെന്ന് ആഗ്രഹിച്ചതാണ്. അദ്ദേഹത്തിന് വരാൻ കഴിയില്ല. ആ മൈക്രോ ഫൈനാൻസ് പ്രവർത്തനം നമ്മൾ വളരെ നന്നായി ഏറ്റെടുത്ത് നടത്തിയവരാണ് നിങ്ങളെല്ലാവരും. ഞാൻ ഓർക്കുകയാണ്, മൈക്രോ ഫൈനാൻസ് പ്രവർത്തനം തുടങ്ങുമ്പോൾ അന്ന് എല്ലാ ദേശവൽക്കൃത ബാങ്കുകളും, അന്ന് മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ മൈക്രോ ഫൈനാൻസ് പ്രവർത്തനം ഒരു യഥാർത്ഥമായിട്ടുള്ള പ്രയോറിറ്റി സെക്ടറിൽ ഉൾപ്പെടുത്തിയിരുന്നു. പിന്നീട് ഈ പുതിയ 2014 മാറ്റം വന്നു. മൈക്രോ ഫൈനാൻസിന് ഈ പ്രയോറിറ്റി സെക്ടറിൽ നിന്ന് മാറ്റി. പക്ഷേ വീണ്ടും ഇപ്പോൾ പ്രയോറിറ്റി സെക്ടറിൽ വന്നു. കഴിഞ്ഞ 18 വർഷം കൊണ്ട് ഞങ്ങളൊരു കണക്കെടുത്തു. ഈ യാത്ര തുടങ്ങുമ്പോൾ, അതാണ് ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിച്ചത്, തുടങ്ങുമ്പോൾ 50,000 ജനശ്രീ സംഘങ്ങൾ കാസർഗോഡ് മുതൽ പാറശാല വരെ രൂപീകരിച്ചു. 20 അംഗങ്ങൾ വെച്ച് 10 ലക്ഷം അംഗങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് ഈ യാത്ര തുടങ്ങിയത്. ശ്രീ ചിദംബരം 2006 തുടങ്ങി 2007 ഔപചാരികമായി ഉദ്ഘാടനം നടത്തി. ഒരു വർഷം നിശബ്ദമായി, പത്രവാർത്തകളില്ലാതെ, ആരുടെയും പബ്ലിസിറ്റി കൊടുക്കാതെ നടത്തിയ പ്രവർത്തനത്തിലൂടെ കോൺഗ്രസ് പ്രവർത്തകരുടെ പൂർണ്ണമായ പിന്തുണയും സഹകരണവും, ഇത് കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളും, പ്രാദേശിക നേതാക്കൾ ഇതിനെ നെഞ്ചിലേറ്റ് സ്വീകരിച്ചു. കാരണം യഥാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തനം ഇതാണ്. ഗാന്ധിജി പറഞ്ഞ രാഷ്ട്രീയമാണ്. ഗാന്ധിജി പറഞ്ഞു, എനിക്ക് രാഷ്ട്രീയമുണ്ട്, അത് സേവനത്തിൻ്റെ രാഷ്ട്രീയമാണ്, വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്. സേവനത്തിൻ്റെയും വികസനത്തിൻ്റെയും രാഷ്ട്രീയം ഏറ്റെടുത്തുകൊണ്ട് ഗാന്ധിയൻ കാഴ്ചപ്പാടിലുള്ള സുസ്ഥിര വികസനം, ആ സുസ്ഥിര വികസനത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് പ്രസംഗമൊക്കെ നടത്തി, നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ അത് ലോകവ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. ആ വികസന പരിപാടിയിൽ നമ്മൾ ആദ്യം തന്നെ മൈക്രോ ഫൈനാൻസ് എടുത്തെടുത്തപ്പോൾ പറഞ്ഞു, ഈ 50,000 സംഘങ്ങൾ ഇപ്പോൾ 2018-25 തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ നൂറ്റാണ്ടിലുണ്ടായ ഏറ്റവും വലിയ 2 വെള്ളപ്പൊക്കം നമ്മുടെ എല്ലാവരും അടച്ചുപൂട്ടി, ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ. എന്താണ്? കൊറോണ. ഈ 2 ദുരന്തങ്ങളിൽപ്പെട്ട് നമ്മുടെ കുറേ സംഘങ്ങൾ വെള്ളപ്പൊക്കത്തിലും കൊറോണയിലുമെല്ലാം ഒരുപക്ഷെ നിഷ്ക്രിയരായിപ്പോയി, അല്ലെങ്കിൽ ഒലിച്ചുപോയി. ഇന്നിപ്പോൾ
32,000 സംഘങ്ങളോടുകൂടി 6 ലക്ഷം അംഗങ്ങളുടെ യാത്ര ഇതാ 19ാം നമ്മുടെ വാർഷികത്തിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ വാർഷിക സമ്മേളനത്തിൽ വെച്ച് പ്രഖ്യാപിക്കാൻ ഇന്നലെ കൂടിയ കേന്ദ്ര സമിതി തീരുമാനിച്ചു. 2026 ആവുമ്പോൾ നമുക്ക് നമ്മൾ തുടങ്ങിയ 2007 അതേ അവസ്ഥയിലേക്ക് 50,000 സംഘങ്ങളോടുകൂടി യാത്ര തുടരാൻ ആണ് നമ്മൾ തീരുമാനിച്ചത്. നിങ്ങളതിന് തയ്യാറാണോ? നിങ്ങളാണ് ഇതിൻ്റെ നട്ടല്ലേ. ഇങ്ങനെ തയ്യാറാണെങ്കിൽ ഇങ്ങനെയാണോ നിങ്ങൾ കൈയടിക്കുന്നത്? 50,000 പോരാ, 50,000-ൻ്റെ കൈയടി അവിടെ നിന്നും കൂടി വരണം. 50,000 സംഘങ്ങൾ 2026. അതുകൂടെ ജനറൽ സെക്രട്ടറി ഇന്നലത്തെ തീരുമാനം അധ്യക്ഷ പ്രസംഗത്തിൽ പറയുന്നതിന് മുമ്പ് എന്നോട് തന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. 50,000 സംഘങ്ങൾ 10 ലക്ഷം അംഗങ്ങളുമായി ഈ യാത്ര ഞങ്ങൾ ഇത് രൂപീകരിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യത്തിൽ എല്ലാവരും കൂടി ഒരു പ്രതിജ്ഞ എടുത്തു. ഉമ്മൻചാണ്ടി തന്നെ ഒരു സംശയം പ്രകടിപ്പിച്ചു, ഇങ്ങനെയൊരു സംഘടന ഞങ്ങളുണ്ടാക്കി ആരംഭശൂരത്വമാവോ? പലരും എന്നോട് പറഞ്ഞു, എൻ്റെ അടുത്ത് ചില വളരെ സഹപ്രവർത്തകരായ നേതാക്കൾ പറഞ്ഞു, ഇതെത്ര കാലം നിൽക്കും, ഇതെത്ര കാലം ഇതിന് ആയുസ്സുണ്ടാവും? ചിലരൊക്കെ എന്നോട് ഈ മൈക്രോ ഫൈനാൻസ് പ്രവർത്തനം ഏറ്റെടുത്തപ്പോൾ സംശയം പ്രകടിപ്പിച്ചു. നിങ്ങൾ എൻ്റെ നല്ല സുഹൃത്താണ്, ഒരു നേതാവ് എന്നോട് പറഞ്ഞതാണ്, എനിക്ക് ഈ മൈക്രോ ഫൈനാൻസ് പ്രവർത്തനം ഏറ്റെടുത്ത് ഭാവിയിൽ നിങ്ങളെ എനിക്ക് ജയിലിൽ വന്ന് കാണാൻ മനസ്സില്ല, അതുകൊണ്ട് ദയവായി ഈ മൈക്രോ ഫൈനാൻസ് പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി, എനിക്ക് സാധാരണ കോൺഗ്രസ് അനുഭാവികളിലും പ്രവർത്തകരിലും വിശ്വാസമുണ്ട്. നേതാക്കളെക്കാൾ വിശ്വസിച്ച് ഈ ചുമതല ഏൽപ്പിക്കാവുന്നവരാണ് ഈ സംസ്ഥാനത്തെ സാധാരണക്കാർ. നിങ്ങളെല്ലാം കോൺഗ്രസിൻ്റെയോ പോഷക സംഘടനകളുടെയോ ഒക്കെ പ്രവർത്തകരും ഭാരവാഹികളുമാണ്. അതാണ് ദീപാജി നമുക്കൊരു കോംപ്ലിമെൻ്റ് തന്നു. വിത്തൗട്ട് എനി കറപ്ഷൻ, വിത്തൗട്ട് എനി എലിഗേഷൻ, വി ഹാവ് കംപ്ലീറ്റഡ് 18 years 90 years. AICC ജനറൽ സെക്രട്ടറിയിൽ നിന്ന് ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങിയത് നിങ്ങളാണ്. ഒറ്റപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ നടപടിയെടുത്ത് മുമ്പോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇന്നും ഈ 18 കൊല്ലം കൊണ്ട് ഞങ്ങളൊരു കണക്കെടുത്തു, ഏകദേശ കണക്ക് എത്രയാ, നമ്മുടെ ആ തുടങ്ങിയ കാലം മുതൽ ഇതുവരെയുള്ള സംഘങ്ങളിലൂടെ ബാങ്കുകളിൽ നിന്ന് 6,000 കോടിയിലധികം രൂപയുടെ വായ്പ ഇവിടുത്തെ സാധാരണക്കാർക്ക് കൊടുക്കാൻ നമ്മുടെ ജനശ്രീ സംഘങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ട്. നമ്മളുണ്ടാക്കിയ നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനി, കേരളത്തിൽ ഒരുപാട് നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനികളുണ്ട്, അതെല്ലാം സ്വകാര്യ മുതലാളിമാരുടേതാണ്. ഒരു കമ്മ്യൂണിറ്റി ബാങ്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന നമ്മുടേത് മാത്രമേ ഉള്ളൂ. 6 കോടി രൂപയുടെ മൂലധനത്തിൽ ആരംഭിച്ച് ഇന്ന് 600 കോടി രൂപയുടെ വായ്പ അതും കൊടുത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 6,000 കോടിയിലധികം രൂപയുടെ വായ്പ കൊടുക്കാൻ കഴിഞ്ഞ ഒരു ആത്മസംതൃപ്തിയിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. മൈക്രോ ഫൈനാൻസ് പ്രവർത്തനത്തെക്കുറിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ മറ്റു പരിപാടികളെക്കുറിച്ചൊന്ന് അനുസ്മരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ ബാങ്കുകളും, പണ്ട് ബാങ്കുകളുടെ പിന്നാലെ നമ്മൾ കടന്നു, ബാങ്കുകൾ വായ്പ തരാൻ വിമുഖത പ്രകടിപ്പിച്ചു, കാരണം കുടിശ്ശിക മറ്റു പല കാര്യം. ഇപ്പോൾ ബാങ്കുകളെല്ലാം ജനശ്രീക്കാർക്ക് വായ്പ നൽകാൻ ഇങ്ങോട്ട് നമ്മളെ സമീപിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം മലപ്പുറത്തും കണ്ണൂരും അതുപോലെ തന്നെ മറ്റ് പല കോഴിക്കോടുമൊക്കെ ധാരാളം വായ്പ കൊടുത്തു. നമ്മുടെ ഒരു പ്രധാന ബാങ്ക്, എല്ലാ ബാങ്കുകളും ഉണ്ട്, പ്രധാന ബാങ്ക് നമ്മളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അടുത്ത വർഷം ആ ഒരു ബാങ്കിൻ്റെ മാത്രം എല്ലാ ജില്ലകളിലും 10 കോടി രൂപയുടെ വായ്പ നൽകുന്നതാണ്. ഇവിടെ കോഴിക്കോടിൻ്റെ ജില്ലാ ചെയർമാൻ ഇവിടെ ഇരിക്കുന്നു. അദ്ദേഹം കോഴിക്കോട് നടന്ന ജില്ലാ യോഗത്തിൽ ഞങ്ങളുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു, 2026 അദ്ദേഹത്തിൻ്റെ ജില്ലയിൽ ഇപ്പോഴുള്ളതിനേക്കാൾ 10 മടങ്ങ് ജനസംഖ്യകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആ ജില്ലയിൽ മാത്രം 100 കോടി രൂപയുടെ വായ്പ കൊടുക്കാൻ ബാങ്കുകളുടെ സഹായം തേടിയിരിക്കുകയാണ്, ഒരു ജില്ല. അപ്പോൾ അടുത്ത വർഷം നമുക്ക് 2025 ജനശ്രീയുടെ വർഷമാക്കി മാറ്റണം. നിങ്ങൾ തയ്യാറാണോ? ബാങ്കുകൾ തയ്യാറാണ്. പക്ഷേ ബാങ്കിൽ നിന്ന് വായ്പ ഉദാരമായി വാങ്ങി വായ്പ തിരിച്ചടയ്ക്കാതെ ഞങ്ങളെയൊന്നും, നേരത്തെ നേതാവ് പറഞ്ഞതുപോലെ, ഞങ്ങളെയൊന്നും ബാങ്കുകാരുടെ മുമ്പിൽ പോയി മുട്ടുമടക്കി നിൽക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങൾ കൃത്യമായി ഇപ്പോൾ നടക്കുന്നത് പോലെ നന്നായി ഈ ബാങ്ക് എടുക്കുന്ന വായ്പകൾ തിരിച്ചടച്ച് നമുക്ക് അടുത്ത വർഷം 2025 നമുക്ക് കേരളം ഒട്ടേക്ക് 100-200 കോടി രൂപയുടെ വായ്പ നമുക്ക് കൊടുക്കാൻ കഴിയും. ഇതൊരു വെറും പണം സാധാരണക്കാരായ ആളുകൾക്ക് ഈ മൈക്രോ ഫൈനാൻസ് നൽകുന്ന ഒരു സ്ഥാപനം മാത്രമാണെന്ന് ആരും ധരിക്കരുതെന്ന് എല്ലാ കാലത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളും അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഇത്
പൂർണ്ണമായും ഒരു സാമൂഹ്യ നവോത്ഥാനം. ഇന്ന് കേരളത്തിൻ്റെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ സമൂഹം ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ഇതിലെല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പറഞ്ഞല്ലോ ഓർഗാനിക്കിനെ കുറിച്ച്. ആദ്യമായി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സംഘടിതമായി ഈ ജൈവ കൃഷിയും അതുപോലുള്ള മാലിന്യ നിർമ്മാർജ്ജനത്തിനും എതിരായി പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് എത്രയോ മുമ്പ്, ഏതാണ്ടൊരു 15 വർഷം മുമ്പാണ് ഞാൻ നമ്മുടെ നേതൃത്വത്തിൽ നടത്തിയ സുസ്ഥിര വികസന യാത്ര കാസർഗോഡ് മുതൽ പാറശാല വരെ. ആ സുസ്ഥിര വികസന യാത്രയിൽ നമ്മൾ പ്രചരിപ്പിച്ചെന്താ? സുസ്ഥിര വികസനം എന്നത് ഈ നമ്മുടെ സമൂഹത്തെയും നാടിനെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ഏറ്റവും പ്രധാനമായി നമ്മൾ പരിസ്ഥിതിയുടെ സംരക്ഷണം, മാലിന്യ നിർമ്മാർജ്ജനം, രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള ജീവിതശൈലി രോഗങ്ങൾക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ, ജൈവകൃഷിയിൽ ഏറ്റവും സംഘടിതമായ പ്രവർത്തനം തുടങ്ങി വെച്ചത് നമ്മളാണ്. പിന്നീടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ വന്നത്. ജൈവ ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രദർശനവും സംസ്ഥാന തലത്തിലുള്ള ഒരു ജൈവ സെമിനാറും 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി കനകക്കുന്ന് കൊട്ടാരത്തിൽ സംഘടിപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. വളരെ വലിയ പ്രതികരണം ജനങ്ങളിൽ നിന്നുണ്ടായി. ജൈവ ഉൽപ്പന്നങ്ങൾ, ജൈവ ഭക്ഷ്യവസ്തുക്കൾ, എന്തൊരു ജനക്കൂട്ടമായിരുന്നു അവിടെ. കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം എല്ലാ മന്ത്രിമാരും അതിൽ വന്ന് ഈ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കാനുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി. അതിനുശേഷമാണ് നമുക്ക് RKVY പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടി. പാവപ്പെട്ട ആളുകൾക്ക് പശുവിന് ബാക്ക് എൻഡ് സബ്സിഡി, പശുവിനെ കൊടുക്കുക, കോഴിക്കുഞ്ഞുങ്ങൾ കൊടുക്കുക. ലക്ഷക്കണക്കിന് വാഴത്തൈകളാണ് ജനശ്രീ വഴി നമ്മൾ വിതരണം ചെയ്തത്. ഒരു ദിവസം രാവിലെ ഞാൻ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ നെയ്യാറ്റിൻകരയിൽ നിന്ന് ഒരാൾ ഓട്ടോറിക്ഷയിൽ ഒരു വലിയ കൊലയുമായി വരിക. നമ്മൾ കൊടുത്ത വാഴകളൊക്കെ കൊലച്ച് എനിക്ക് തരാൻ വേണ്ടി ഒരു കൊലയുമായിട്ട് വരിക. കാരണം ഞങ്ങൾ ജനശ്രീ വച്ച വാഴയിൽ നിന്നുണ്ടായ കൊലയാണ്. അപ്പോൾ അത്രമാത്രം കാർഷിക രംഗത്ത് നമ്മൾ പ്രവർത്തിച്ചു. ഈ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ കേരളമൊട്ടുക്ക് കോഴിക്കോടും കണ്ണൂരും കേരളത്തിൻ്റെ പല ഭാഗത്തും നെൽകൃഷി നടത്തി. അവിടെയെല്ലാം നമ്മൾ വിളവെടുക്കാൻ പോകുന്ന ഓർമ്മ എനിക്കുണ്ട്. അങ്ങനെ കാർഷിക രംഗത്ത് എല്ലാം കാരണം എന്തുകൊണ്ടാണ് നമ്മുടെ തീൻമേശകളിൽ നമ്മൾ കഴിക്കുന്നത് മുഴുവൻ വിഷം നിറഞ്ഞ ഭക്ഷ്യവസ്തുക്കളാണ്. വിഷരഹിതമായ ഭക്ഷ്യോൽപാദനം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ടോക്സിൻ ഫ്രീ ഫുഡ് പ്രൊഡക്ഷൻ, അതിനുവേണ്ടിയാണ് ഈ ജൈവ സെമിനാറും ജൈവ കൃഷിയും ഒക്കെ നടത്തിയത്. ഇന്ന് നമ്മളത് തുടരുകയാണ്. അപ്പോൾ അതെല്ലാം അതോടൊപ്പം തന്നെ സമൂഹം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളില്ലേ. സ്ത്രീധനത്തിൻ്റെ പേരിൽ ആളുകളെ ഒരുപാട് യുവതികൾ ആത്മഹത്യയും ഉണ്ടായപ്പോൾ കേരളം ഒട്ടേക്ക് ഈ ആൻറ്റി ഡൗറി ക്യാമ്പയിൻ എല്ലാ ജില്ലകളിലും നമ്മൾ സംഘടിപ്പിച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ്. ജെൻഡർ ഈക്വാലിറ്റിക്ക് വേണ്ടി, സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി ദേശീയ തലത്തിൽ കേരള തലത്തിലൊക്കെ എത്രയോ സെമിനാറുകൾ നമ്മൾ നടത്തി. നമ്മുടെ ജനശ്രീയുടെ ഘടന അതാണ്. ത്രിതല സമ്പ്രദായമാണ്. ജനശ്രീയിൽ 3 അംഗങ്ങളേ ഉള്ളൂ, ഭാരവാഹികളേ ഉള്ളൂ. 1 ചെയർമാൻ, 1 സെക്രട്ടറി, 1 ട്രഷറർ. അതിലൊരാൾ നിർബന്ധമായി സ്ത്രീകളായിരിക്കണം. അതുകൊണ്ടാണ് മാഡം പറഞ്ഞത് ഇവിടെ ഒരുപാട് സ്ത്രീകളെ കാണുന്നു. ധാരാളം ഇതിനകത്ത് ജനശ്രീയിലെ 6 ലക്ഷം എന്ന് പറഞ്ഞാൽ 3 ലക്ഷം സ്ത്രീകളാണ്. കുടുംബം ഉണ്ടാവണം, എല്ലാവരും കുടുംബമായിട്ട് വേണം. അപ്പോൾ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് മാതൃക കാണിക്കാൻ ഞാനും ഒരു ജനശ്രീ സംഘത്തിൽ അംഗമായി. എൻ്റെ ഭാര്യയും ഈ ജനശ്രീയിൽ പങ്കാളിയാണ്. ഇവിടെ ഉണ്ട് ഒരു ജനശ്രീ സംഘത്തിൻ്റെ ട്രഷറർ. നിങ്ങളോട് ഞാൻ പറയുന്നു, ഞാൻ പല സംഘത്തിൽ വരുമ്പോൾ കുടുംബമുണ്ടോ എന്ന് ചോദിച്ചാൽ ഭാര്യ പിന്നെ വരും എന്നാണ് മറുപടി. അതുപോലെ നമ്മുടെ കുടുംബാംഗങ്ങളെ മുഴുവൻ ഇതിലംഗങ്ങളാക്കണം. എല്ലാ കൂടുമ്പോഴുള്ള ഇമ്പം, അത് കുടുംബം എന്ന വാക്കിൻ്റെ അർത്ഥം അതാണെങ്കിലും ഇതൊരു കുടുംബ കൂട്ടായ്മയാണ്. ആ നിലയിലേക്ക് രൂപം കൊണ്ടുപോകും. ഇപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത് എന്താ, കഴിഞ്ഞ വർഷം ഉമ്മൻചാണ്ടിയുടെ പേരിൽ കേരളം ഒട്ടക്ക് ജീവകാരുണ്യ പ്രവർത്തനം ഉമ്മൻചാണ്ടിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ആദരാഞ്ജലിയും സ്മാരകവും അതാണ്. നമ്മൾ തുടങ്ങി വെച്ചു. രോഗികൾക്ക് സഹായം, അതുപോലെ പഠനത്തിന് സഹായം, വീടുകളുണ്ടാക്കി. അതിപ്പോൾ കാസർഗോഡ് ഒരു വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായി. 2-3 വീടിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിൽ. ഡയാലിസിസ് രോഗികൾക്ക് ചികിത്സ, അവർക്ക് സഹായം കൊടുക്കുക, നിർധനരായ കുട്ടികൾക്ക് എല്ലായിടത്തും നടന്നു. ഇപ്പോൾ ജില്ലകളിൽ നടന്നു, നിയോജകമണ്ഡലം. അത് അടുത്ത വർഷവും തുടരും. നമ്മൾ വ്യാപകമായി അത് മുമ്പോട്ട് കൊണ്ടുപോകണം. ഉമ്മൻചാണ്ടി ഏറ്റെടുത്ത് നടത്തിയ പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായ ഒരു ഓർമ്മ പുതുക്കലാണ് അദ്ദേഹത്തിൻ്റെ ഈ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രങ്ങളിലൂടെ നടത്തേണ്ടത്. ഇക്കൊല്ലം നമ്മൾ പ്രഖ്യാപിക്കുന്നത് പഞ്ചകർമ്മ പദ്ധതി. ഈ ഭൂമിയെ, ഈ പ്രകൃതിയെ, ഈ പ്രപഞ്ചത്തെ
നമ്മൾ സ്നേഹിക്കുന്നവരാണ്. പക്ഷേ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? മഹാനായ OLV കുറിപ്പ് എഴുതിയതുപോലെ ഭൂമിയുടെ ചരമഗീതം നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പരിസ്ഥിതി ആഘാതം, മാലിന്യ കൂമ്പാരങ്ങൾ കൊണ്ട് നമ്മുടെ സമൂഹം അന്തരീക്ഷം അങ്ങേയറ്റം തകരാറായിരിക്കുന്നു. ഡൽഹി പോലുള്ള നഗരങ്ങളിൽ ഈ പരിസര മലിനീകരണം കൊണ്ട് ജനങ്ങൾക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല. കേരളവും അവിടോട്ട് നീങ്ങുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ കടക്കുന്നില്ല. പക്ഷേ അതിന് നമ്മൾ 5 പരിപാടി, ഒന്ന് പ്രധാനമായിട്ടുള്ളത് നമ്മൾ ഈ സൗരോർജം, പുരപ്പുറ വൈദ്യുതി വ്യാപകമാക്കുക. എല്ലാ വീടുകളിൽ നമുക്ക് ഈ സൂര്യപ്രകാശത്തിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഊർജം നമ്മൾ ഏറ്റെടുത്ത് നമ്മുടെ വീടുകളിൽ സോളാർ പാനലുകൾ വയ്ക്കുക. അതുകൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട്. അതിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ അടുത്ത കാലത്ത് ആതിരപ്പള്ളിയിൽ ജലവൈദ്യുത പദ്ധതി വരുമ്പോൾ നമ്മുടെ പാർട്ടി എതിർത്തു, നമ്മളും എതിർത്തു. എന്താ പറഞ്ഞത്? ജലവൈദ്യുത പദ്ധതികൾ ഇനി കേരളത്തിൽ പറ്റില്ല, ആണവ വൈദ്യുത നിലയവും നമ്മൾക്ക് അനുവദിക്കാൻ പറ്റില്ല. അതിൻ്റെ എല്ലാം ദൂഷ്യഫലങ്ങൾ ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്ന, ആവശ്യപ്പെടാവുന്ന ഒന്നാണ് ഈ സൗരോർജം. ഇന്ന് വളരെ വിപുലമായ തോതിൽ ഈ സോളാർ എനർജി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ഒരു ഹോസ്പിറ്റൽ അവരുടെ എല്ലാ ഓപ്പറേഷനും സോളാർ എനർജി ഉപയോഗിച്ച് ചെയ്യുന്ന നിംസ് ഹോസ്പിറ്റലുണ്ട്. കൊച്ചിൻ വിമാനത്താവളം അത് പ്രവർത്തിക്കുന്നത് ഈ സൗരോർജത്തിലാണ്. നമ്മുടെ എല്ലാ വീടുകളിലും ഈ സോളാർ വ്യാപിപ്പിക്കുക. രണ്ടാമത്തേത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള നമ്മുടെ ഇടപെടലും പ്രവർത്തനങ്ങളും. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. മൂന്നാമത്തേത്, എല്ലാ വീട്ടിൻ്റെ മുറ്റത്തും ഒരു അടുക്കളത്തോട്ടം, പച്ചക്കറിത്തോട്ടം ഉണ്ടാവണം. അത് നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള നമുക്കുള്ള പച്ചക്കറി അതും ജൈവവളം ഉപയോഗിച്ച് മാത്രമേ അത് കൃഷിയാവൂ. അത് നമ്മുടെ ഒരു പ്രധാന പരിപാടിയായി ഏറ്റെടുത്ത് നടത്തുക. വിത്തും അതുപോലുള്ള പണ്ട് ഒരുപാട് ഈ തൈകളുമൊക്കെ നമ്മൾ കൊടുത്തു. നമുക്ക് ഗവൺമെൻറ്റിൽ നിന്നോ എവിടെ നിന്നാണെങ്കിലും നമ്മുടെ അംഗങ്ങൾക്ക് വിത്ത് ലഭ്യമാക്കി കൊടുക്കാം. നാലാമത്തേതാണ് മാലിന്യ നിർമ്മാർജ്ജനം. കേരള സർക്കാരും സമൂഹവും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ വീടും പരിസരവും ആദ്യം ശുചിത്വത്തോടെ ശുദ്ധിയായി വയ്ക്കുക. നാട്ടിൽ മാലിന്യ നിർമ്മാർജ്ജനം, പ്ലാസ്റ്റിക്കിൻ്റെ നിരോധനമൊക്കെ പറഞ്ഞ് നമ്മൾ പ്രസംഗിച്ചാൽ പോരാ. നമ്മുടെ ഉപയോഗത്തിൽ ഇതെല്ലാം ഇത് കുടുംബ കൂട്ടായ്മയായതുകൊണ്ട് ഓരോ കുടുംബത്തെയും കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തുന്നത്. മൈക്രോ ഫൈനാൻസിന് അതേ പ്രാധാന്യത്തോടെ ഈ പരിപാടികൾ നമ്മൾ ഏറ്റെടുക്കണം. പരിസ്ഥിതി ഈ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യമൊക്കെ വളരെ വളരെ ഘോരമായ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ലോകത്ത് മുഴുവൻ അതൊരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡൻ്റായ ട്രംപ് പ്രഖ്യാപിച്ചത് അവർ പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറാൻ പോവുകയാണ്. അത് ലോകം മുഴുവനും വളരെ ഉത്കണ്ഠയോടുകൂടിയാണ് കണ്ടത്. കേരളം വിറയ്ക്കുന്നു, പനിക്കുന്നു എന്നെല്ലാം സാഹിത്യകാരന്മാർ പറയുന്നു. കേരളത്തിൽ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായി ഇന്ന് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ, അതിനെ തടയാൻ നമ്മൾ ഓരോ വ്യക്തിക്കും എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ഈ ഭൂമി നമ്മുടെ പൂർവികന്മാർ നമുക്ക് കൈമാറിയത് എല്ലാ സമ്പത്തോടും കൂടിയാണ്. ആ പ്രപഞ്ചത്തിൻ്റെ എല്ലാ പ്രാധാന്യത്തോടും കൂടിയാണ്. ഇതേ രൂപത്തിൽ നമുക്ക് അടുത്ത തലമുറയ്ക്ക് കൈമാറി കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. അത് നമ്മളെ ഭരണകൂടങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഓർമ്മിപ്പിക്കുന്നെങ്കിലും നമ്മൾ ജനശ്രീ ചെയ്യുന്നത് ഈ 6 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം അംഗങ്ങളുള്ള 5 ലക്ഷം കുടുംബങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും പരിഹരിക്കാനുള്ള നമ്മുടെ കൂട്ടായ്മയുടെ പ്രവർത്തനത്തോടൊപ്പം നമുക്ക് സുഖമായി ജീവിക്കണം. നമുക്ക് ഈ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് നമുക്കെല്ലാവർക്കും, നമ്മൾ മറ്റുള്ളവരുടെ എല്ലാം നമുക്ക് രക്ഷ നേടാൻ കഴിയണം. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ബാധ്യത നിറവേറ്റാനുള്ള, ഒരു സാമൂഹ്യ ബാധ്യത നിറവേറ്റാനുള്ള ഈ പ്രവർത്തനങ്ങളാണ് ഈ പഞ്ചകർമ്മ പദ്ധതിയിലൂടെ. ഇങ്ങനെ ബഹുമുഖമായ പ്രവർത്തനങ്ങളിലൂടെ കുടുംബക്ഷേമം, അതാണ് ഞാൻ കുടുംബത്തിൽ നടക്കുന്ന അന്തഃഛിദ്രങ്ങൾ, കുടുംബത്തിൽ നടക്കുന്ന അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, അതൊക്കെ നമ്മുടെ ഈ കൂട്ടായ്മയിലൂടെ അതൊക്കെ ചർച്ച ചെയ്യേണ്ടത്. അതിനേക്കാളെല്ലാം ഭീകരമായിട്ടുള്ളൊരു പ്രശ്നമല്ലേ. എത്രയോ നമ്മൾ സെമിനാർ നടത്തി. നമ്മുടെ കുട്ടികളടക്കം ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ട് ഇന്ന് നമ്മുടെ പുതിയ തലമുറ ലഹരിയുടെ അടിമകളായി മാറുകയാണ്. നമ്മുടെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ നമുക്ക് പറയാനുള്ള വേദിയാണ് ഈ നമ്മുടെ കുടുംബ കൂട്ടായ്മ. രാഷ്ട്രീയ പാർട്ടികളൊക്കെ പരിപാടികൾ നടത്തുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നമ്മളെ മക്കളെ നിരീക്ഷിക്കണം. അവരുടെ ദൈനംദിനമായിട്ടുള്ള അവരുടെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കണം. കുടുംബ കൂട്ടായ്മയായതുകൊണ്ട് ഞാൻ എല്ലാ യോഗത്തിലും പറയും, എല്ലാ കുടുംബങ്ങളിലും അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ഏതെങ്കിലും ഒരു സമയത്ത് രാവിലെയോ രാത്രിയോ ഭക്ഷണം കഴിക്കണം, കുടുംബകാര്യങ്ങൾ സംസാരിക്കണം. നമ്മുടെ മകനെ നമ്മുടെ മകൾക്ക്
എന്തെങ്കിലും ഭാവവ്യത്യാസം വന്നാൽ അവിടെ നമ്മൾ ഇടപെടണം. സ്കൂളുകളിൽ കോളേജുകളിൽ ഇന്ന് ലഹരിയുടെ വ്യാപനം വർദ്ധിച്ചു വരികയാണ്. ഇങ്ങനെയുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. നമുക്ക് രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇതാണ് രാഷ്ട്രീയം, ഇതാണ് യഥാർത്ഥമായിട്ടുള്ള രാഷ്ട്രീയം. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരെന്നുള്ളത് ഞാനും നിങ്ങളും എല്ലാം ഓരോ പാർട്ടിക്കകത്തും പല സംഘടനകളുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി അത്രയും സമയം ഇതിന് നമ്മൾ വിനിയോഗിക്കുന്നുണ്ട്, ഇനിയും വിനിയോഗിക്കണം. അങ്ങനെ നമുക്ക് കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാനത്തിൽ ജനശ്രീക്ക് നമ്മുടേതായ ഒരു പങ്ക് നിർവഹിക്കാനുള്ള അവസരങ്ങളുണ്ട്. അനന്തമായ ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. ഇനിയും ഞങ്ങൾ അന്നെടുത്ത പ്രതിജ്ഞ ഇതായിരുന്നു, ഞങ്ങളെല്ലാവരും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ജനശ്രീയിൽ അംഗങ്ങളായിരിക്കും എന്ന് പറഞ്ഞാൽ ജനശ്രീ മരിക്കാൻ പാടില്ല, നമ്മൾ മരിച്ചാലും എന്നാണ്. ആ പ്രതിജ്ഞ ഇന്ന് നിലനിൽക്കുകയാണ്. നിങ്ങളെല്ലാം ആ പ്രതിജ്ഞ അംഗീകരിക്കുന്ന ആളുകളാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ജനശ്രീയിൽ അംഗങ്ങളായിരിക്കുകയും ഈ പ്രസ്ഥാനം സാമൂഹ്യ നവോത്ഥാനത്തിന് വേണ്ടി രൂപപ്പെടുത്തുന്ന ഈ പ്രസ്ഥാനം നമ്മുടെ പിൻതലമുറയിലേക്ക് നമ്മൾ കൈമാറുകയും വേണം. അതുകൊണ്ട് ജനശ്രീ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായ പ്രവർത്തന സംവിധാനവും ഘടനയും നമുക്കുണ്ടായിട്ടുണ്ട്. ഒരു കാര്യം അഭിമാനത്തോടു കൂടി ഞാൻ ഓർമ്മിക്കുകയാണ്. ഇതിൽ നിങ്ങൾ ഗാന്ധിയൻ ആദർശങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം മുതലേ നമ്മൾ പറഞ്ഞു, സത്യം, അഹിംസ, ധർമ്മം, ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാ യോഗത്തിലും പറയും അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനമാണ് ജനശ്രീ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതുവരെ ദീപാജി, I am very happy to say that we have not taken any disciplinary action any of our members or any സംഘം, because we are very particular. നമ്മളല്ലേ അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ഉണ്ടോ? അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നമ്മുടെ പാർട്ടിക്ക് തന്നെ പലരും ഇത് അസൂയയോടുകൂടി പറയാറുള്ളത് കൊണ്ട് ഞാൻ പറയുക, അച്ചടക്കത്തോടെ തികഞ്ഞ സഹിഷ്ണുതയോടെ നമുക്ക് ഈ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നോട്ട് നീങ്ങാം. തീർച്ചയായും 19-ാം 20-ാം വാർഷികം എത്തുമ്പോൾ നമുക്കെല്ലാം ഈ പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഇവിടെ എത്തിയ നിങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കാൻ ദീപാജിയെ ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഈ സമ്മേളനത്തിൽ എത്താൻ സമ്മതിക്കുകയും ഇതിനുവേണ്ടി മാത്രം ഇവിടെ എത്തുകയും ചെയ്ത ദീപാജിയോട് നമുക്ക് വളരെയധികം നന്ദിയും കടപ്പാടുമുണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ അഭിവാദനങ്ങൾ. ജയ് ഹിന്ദ്.